അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതെന്ന കണ്ടെത്തൽ. ടേക്ക് ഓഫിന് പിന്നാലെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചു. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ഇത് സ്ഥിരീകരിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണവും ലഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അപകടം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളെന്ന് മനസ്സിലാക്കുന്നു. ഈ സ്വിച്ച് ഓഫ് ആയതാണ് ഇതിന്റെ അപകടത്തിന്റെ കാരണമെന്ന് നമുക്ക് ഇവരുടെ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? AAIB കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അവർ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിർണായകമായിട്ടുള്ള ഒരു വിവരം പറയുന്നത് ഈ വിമാന അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. 2 എഞ്ചിനുകളുടെയും ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ, അതായത് ഇന്ധന പ്രവർത്തനം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ, അത് ഓഫ് ആയത് മൂലമാണ് വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെടുകയും അത് താഴേക്ക് വരികയും ചെയ്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അത് സംഭവിക്കുന്നത് വിമാനത്തിന്റെ ടേക്ക് ഓഫിന് ശേഷം ഏകദേശം 5 സെക്കൻഡുകൾക്ക് ശേഷം തന്നെ ഈ 2 എഞ്ചിനുകളുടെയും ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ അത് ഓഫായി പോയിരുന്നു. മാത്രമല്ല 1 സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും എഞ്ചിനുകളുടെ ഈ സ്വിച്ചുകൾ ഓഫ് ആയത് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഇന്ധനം കടത്തിവിടുന്നതിനുള്ള ആ നിയന്ത്രണ സ്വിച്ചാണിത്. സ്വാഭാവികമായിട്ടും ഇത് ഓഫായി കഴിഞ്ഞാൽ വിമാനത്തിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും വിമാനത്തെ ത്രസ്റ്റ് നഷ്ടപ്പെടുകയും താഴേക്ക് വരികയും ചെയ്യും. മാത്രമല്ല പൂർണ്ണമായിട്ടും ടേക്ക് ഓഫ് ചെയ്ത ലിഫ്റ്റ് ഓഫ് ചെയ്ത ഒരു ഘട്ടത്തിലായിരുന്നില്ല വിമാനം ഉണ്ടായിരുന്നത്. 180 നോട്ടുകൾ മാത്രമായിരുന്നു, ആ ഒരു വേഗത മാത്രമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അത് ഈ ടേക്ക് ഓഫിന് ശേഷമുള്ള വേഗതയാണ്. പക്ഷെ അതിൽ കൂടുതൽ വേഗത വരിച്ചുകൊണ്ട് വേണം ഇത് ലിഫ്റ്റ് ഓഫ് ചെയ്ത് ഇതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പൊക്കത്തിലേക്ക്, ആൾട്ടിറ്റ്യൂഡിലേക്ക് പറന്നുയരാൻ വേണ്ടിയിരുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ സ്വിച്ചുകൾ ഓഫായി എന്നുള്ള കാര്യം തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ, അതായത് ബ്ലാക്ക് ബോക്സിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പൈലറ്റുമാർ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന CVR. അതിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തുകൊണ്ട് ഈ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടിയായി മറ്റേ പൈലറ്റ് പറയുന്നത് ഞാൻ ഓഫ് ചെയ്തതല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൽ 2-3 കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഇലക്ട്രിക്കൽ ഫെയിലിയർ ആണോ എന്നുള്ളതും, രണ്ടാമത് പൈലറ്റുമാരിൽ ആരെങ്കിലും ഈ സ്വിച്ച് ഓഫ് ആക്കിയതാണോ എന്നുള്ളതും. അത്തരത്തിൽ മനുഷ്യന്റെ ഭാഗത്തു നിന്നും പറ്റിയ ഒരു തെറ്റുകൂടിയാണോ എന്നുള്ള തരത്തിലും ഒരു പരിശോധന നടക്കുന്നുണ്ട്. അതിൽ ഉത്തരം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ സ്വിച്ചുകൾ ഓഫായി എന്നുള്ളതിന് കൂടി ഉത്തരം ലഭിച്ചാലേ വിമാനം തകരാനുള്ള കാരണം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആ കാര്യങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണം നീളുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങളും കൂടുതലും പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫെയിലിയർ ആണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം കൂടി നിലവിൽ ഉണ്ട്. കാരണം ബോയിങ്ങിന്റെ അടുത്തുകൂടി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ സ്വിച്ചുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, സ്വിച്ചുകൾ ഓഫായി എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 സ്വിച്ചുകൾ ഓഫായതിന് പിന്നാലെ തന്നെ ഈ റാറ്റ് എന്ന് പറയുന്ന ഉപകരണം, അതായത് ത്രസ്റ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് ഡിപ്ലോയ് ചെയ്യാനുള്ള റാറ്റ് എന്ന ഉപകരണം പൈലറ്റുമാർ ഉപയോഗിച്ചു. പക്ഷെ അതിനും വിമാനത്തിനെ പൊക്കി കൊണ്ടുപോകാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ചെറിയ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വൈദ്യുതി വിമാനത്തിന് നൽകാൻ മാത്രമായിരുന്നു റാറ്റിന് കഴിഞ്ഞത്. ഒപ്പം തന്നെ റിക്കവറി റെസ്പോൺസ്, അതായത് ഈ അപകടം സംഭവിച്ചതിന് ശേഷമുള്ള പൈലറ്റുമാർ സ്വീകരിക്കേണ്ട നടപടികൾ അതവർ സ്വീകരിച്ചിരുന്നു. അതായത് വീണ്ടും ഈ സ്വിച്ചുകൾ ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നാലെ 2 എഞ്ചിനുകളും ഓണായി എന്നുള്ള കാര്യം കൂടിയാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 1:38-നും 1:38 കഴിഞ്ഞ് 54 സെക്കൻഡിലും ഈ 2 എഞ്ചിനുകളും പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിമാനത്തിന്റെ ആൾട്ടിറ്റ്യൂഡ്, ഉയരം നഷ്ടപ്പെട്ട് താഴേക്ക് വരികയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. പുറത്തു വരുന്ന കാര്യം 2 എഞ്ചിനുകളും പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായി. അതിനുള്ള കാരണം ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ സ്വിച്ചുകൾ ഓഫ് ആയത് എന്നാണ് നമുക്കിനി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത്. അബദ്ധത്തിൽ കൈതട്ടി ഓഫായി പോകുന്ന സ്വിച്ചുകളല്ല. ഇതിന് അതിൻ്റെതായിട്ടുള്ള കവചങ്ങൾ, അതിൻ്റെതായിട്ടുള്ള മെറ്റൽ ക്യാപ്പുകൾ ഇതിനുണ്ട്. എങ്ങനെയാണ് ഈ സ്വിച്ചുകൾ ഓഫ് ആയത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ കൂടിയാണ് ഒരു വ്യക്തത വരേണ്ടത്. അതിനായി ഇനി എന്തൊക്കെ വിവരങ്ങളായിരിക്കും ശേഖരിക്കേണ്ടി വരിക? ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളിൽ തന്നെ അതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ?
ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമല്ല, മറിച്ച് ബോയിങ്ങിന്റെയും എയർ ഇന്ത്യയുടെയും സഹായം കൂടി തേടി അതിലൂടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ CBR-ൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്ന കാര്യമുണ്ട്, എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നുള്ളത്. ഇതിന് മറുപടിയായി ഞാൻ ഓഫ് ചെയ്തില്ല എന്നുള്ള കാര്യം മറുപടിയായി പറയുന്നത് കൊണ്ട് തന്നെ ഇതിലൊരു പൈലറ്റ് ഓഫ് ചെയ്തതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള അന്വേഷണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതുപോലെ തന്നെ ഫ്ലൈറ്റിനകത്ത് തന്നെയുള്ള ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മറ്റു ഉപകരണങ്ങളും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഇതിൽ ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് മൂലം ഈ സ്വിച്ചുകൾ തനിയെ ഓഫാകുമോ എന്നുള്ളതാണ് മറ്റൊരു ഘടകം. അത് എയർ ഇന്ത്യയായിട്ടും അതുപോലെ ബോയിങ്ങുമായിട്ടും സംസാരിച്ചുകൊണ്ടാണ് അവരുടെ കൂടി സഹായങ്ങൾ തേടിയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഫെയിലിയറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പക്ഷെ നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുക ബോയിങ് എന്ന കമ്പനിയെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബോയിങ്ങിന്റെ സഹായം തേടി അവരുടെ മുൻകാല ചരിത്രങ്ങളും മുൻകാല വിമാന അപകടങ്ങളും ഈ 787-ന്റെ തന്നെ ഡിസൈനുകളും അതിന്റെ മറ്റ് വിവരങ്ങളും ശേഖരിച്ചാണ് AAB അതിലൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ മാത്രമായിരിക്കും എങ്ങനെ ഈ രണ്ട് സ്വിച്ചുകളും ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ഒന്നിനു പുറകെ ഒന്നായി രണ്ട് സ്വിച്ചുകളും ഓഫായി എന്നുള്ളത് പറയുന്നത് അത് വളരെ അസാധാരണമായിട്ടുള്ള കാര്യമാണ്. അബ്നോർമൽ എന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 4 വരികളിലാണ് അബ്നോർമൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്വിച്ചുകൾ ഓഫായി എന്നുള്ളത്. ഓഫായതിന് പിന്നാലെ വിമാനം താഴേക്ക് വന്നു തുടങ്ങി, അതിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് രണ്ടാമത്തെ വിവരമാണ്. മാത്രമല്ല ഈ പൈലറ്റുമാർ സംസാരിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം. എങ്ങനെ ഓഫായി എന്നതിലാണ് ഇനി ഒരു വ്യക്തത ലഭിക്കേണ്ടത്. AIBയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുപ്രകാരം ഈ പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് സ്വിച്ച് ഓഫായി. ഒരാൾ പറയുന്നുണ്ട് അത് ഞാനല്ല ഓഫ് ചെയ്തത് എന്ന്. പക്ഷേ ആര് ഓഫ് ചെയ്തു, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിനി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അക്കാര്യത്തിൽ കൂടി ഒരു വിശദീകരണം ഉണ്ടാകും. അർജുൻ പീതാംബരനാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.